പൊതുവെ ഈ ലൈംഗിക ഉത്തേജന മരുന്നിന്റെ പരസ്യം അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ എപ്പോഴും ഒരു കുറെ നെഗറ്റീവ് വരാറുണ്ട്. അതെ അതെ, കാരണം ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ട് പറയാന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര ആപ്ലിക്കബിൾ അല്ല. ഇപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിനുള്ള മെഡിസിൻസ് എന്ന് പറയുന്നത് ടാബ്ലറ്റ് ഫോമുകളിലും ഒക്കെ ആയിട്ട് ഇപ്പം മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതും ഇപ്പോൾ പെട്ടെന്ന് ഒരു റിസൾട്ട് കാണുന്ന മെഡിസിൻസ് ആണെന്ന് പറയുമെങ്കിൽ പോലും അതിന് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. കാർമാർക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ കിട്ടുന്ന ലേഹ്യം, മൊസ്റ്റീൽ ലേഹ്യം എന്ന് പറയുന്നത് വളരെ ഔഷധ ഗുണങ്ങളുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന മെഡിസിൻ, അത് വളരെയധികം സെക്ഷുവൽ പൊട്ടൻസി ഡ്രൈവ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഇതെല്ലാം നമുക്ക് നമ്മളെ മൊസ്റ്റീൽ ലേഹ്യത്തിൽ ചേർക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഡ്രഗ്സും യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞെരിഞ്ഞിൽ, അതുപോലെ അശ്വഗന്ധം എന്ന് പറയുന്നതൊക്കെ ഓവറോൾ ഹെൽത്ത്, ഒരു സ്റ്റാമിന അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന, എൻഹാൻസ് ചെയ്യുന്ന